പാഠം 918. ചിരിച്ച് ചിരിച്ച് മരിക്കുമ്പോൾ. ഇതെന്താ വലിയ എഴുത്ത്? ഈ ആഴ്ച ഒരുപാട് തിരക്കാം. പുതിയ സർക്കാർ പദ്ധതികളുമായി ബന്ധപ്പെട്ട് ഒരുപാട് ജോലിയുണ്ട്. മോഹനേട്ടന് ജോലി ചെയ്യാൻ ഒരു മടിയില്ലല്ലോ, പിന്നെന്താ പ്രശ്നം? ഒരു ദിവസം 24 മണിക്കൂറും ജോലി ചെയ്യണമെന്ന് പറഞ്ഞാൽ അതിന് മോഹനേട്ടൻ റെഡിയാണ്. ഭാമേ, ജീവിതത്തിൽ ജോലിക്കാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. ബാക്കിയെല്ലാം അത് കഴിഞ്ഞേ വരും. എനിക്കറിയാലോ, അതുകൊണ്ടാണല്ലോ വല്യച്ഛൻ ആശുപത്രിയിലായ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇതുവരെ അവിടം വരെ ഒന്ന് പോകാൻ പറ്റാത്തത്. ഇന്നലെ ഞാൻ വിളിച്ചപ്പോഴും വല്യച്ഛൻ ഐസിയുവില്ല. പ്രായമാകുമ്പോ അങ്ങനെയൊക്കെ അല്ലേ. വല്യച്ഛന് 190 വയസ്സില്ലേ. വയസ്സാവുമ്പോ ആളുകൾ രോഗികളാവും, ആശുപത്രി കിടക്കുകയൊക്കെ ചെയ്യും. എന്തായാലും വല്യച്ഛനല്ലേ മോനേട്ടാ. അങ്ങനെ നേരെ വല്യച്ഛനൊന്നും അല്ലല്ലോ, അച്ഛന്റെ വല്യച്ഛന്റെ മകനല്ലേ. അവര് വയനാട്ടിൽ പോയതിനു ശേഷം മാത്രം വലിയ അടുപ്പൊന്നുമില്ലല്ലോ നിങ്ങൾ തമ്മില്. വല്ലപ്പോഴും ഒന്ന് ഫോൺ ചെയ്താലായി. 1 മാസം മുന്നേ വല്യച്ഛൻ വിളിച്ച് എന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞു മോഹനേട്ടനോട് സൗകര്യമുള്ള ഒരു ദിവസം നോക്കി വരാന്ന്. കഴിഞ്ഞ ആഴ്ച വീണ്ടും വിളിച്ചിരുന്നു, പക്ഷെ നമുക്ക് പോകാൻ പറ്റില്ലല്ലോ. ഭാമേ, അവിടെ വരെ പോകാന്ന് പറഞ്ഞാൽ ഞാൻ 2 ദിവസം ലീവ് എടുക്കേണ്ടി വരും. നിനക്കും തിരക്കുള്ളതല്ലേ. അപ്പൊ പിന്നെ അതൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നമുക്ക് വളരെ വേണ്ടപ്പെട്ടവരാണെങ്കിൽ മാത്രം ജോലി മുടക്കി പോകേണ്ടതായിട്ട് വരും. ഇതിപ്പോ അങ്ങനെയൊന്നുമില്ലല്ലോ. പോയാധാരണം നോക്ക്. ഹലോ, അതെ. ആ രമേശ് ചേട്ടാ, ഞാനിപ്പോ വല്യച്ഛന്റെ കാര്യം മോഹനോട് പറഞ്ഞതേ ഉള്ളൂ. അയ്യോ, എപ്പോ? അതെയോ? കഷ്ടായിപ്പോയി. ഇനിയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാ? സുധാകരട്ട് വരുമോ? ഓ, ഞാനൊന്ന് നോക്കട്ടെ. കുറച്ചു കഴിഞ്ഞ ഞാൻ രമേശ് ചേട്ടൻ അങ്ങോട്ട് വിളിച്ചാ പോരെ? ശരി. വയനാട്ടിൽ നിന്ന് രമേശ് ചേട്ടനാ. വല്യച്ഛൻ മരിച്ചുപോയി മോനട്ടാ. ഗൾഫിൽ നിന്ന് സുധാകരട്ടൻ വരുന്നുണ്ടെന്നാ പറഞ്ഞത്. അതുകൊണ്ട് നാളെ വൈകിട്ട് 5 മണിക്ക് ചടങ്ങുകളൊക്കെ ഉണ്ടാവുള്ളൂ. എന്നാലും വല്യച്ഛനൊന്നും പോയി കാണാൻ പറ്റില്ലല്ലോ. നിന്നോട് ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞു, ഇതിലിപ്പോ ഇത്രമാത്രം വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. പ്രായമായി രോഗിയായി കിടക്കുന്ന ഒരാൾ ഇങ്ങനെ വേദന സഹിച്ച് കിടക്കുന്നതിനേക്കാൾ നല്ലത് മരിച്ചു പോകുന്നതല്ലേ. പിന്നെ ഈ പറയുന്ന പോലെ അത്ര വലിയ അടുപ്പൊന്നും ഇല്ലായിരുന്നല്ലോ വല്യച്ഛനായിട്ട് നിനക്ക്. പിന്നെ നീ ഇങ്ങനെ വിഷമിക്കുന്നേ? എന്റെ വിഷമം മോഹനേട്ടൻ പറഞ്ഞ മനസ്സിലാവില്ല. ഇതാ പറയുന്നത്, മുതിർന്നവരെ പറയുന്ന അപ്പൊ അനുസരിക്കണമെന്ന്. സമയമുണ്ടെങ്കിൽ അതുവഴി ഒന്ന് ചെല്ലണമെന്ന് വല്യച്ഛൻ പറഞ്ഞപ്പോ ഞാൻ അപ്പൊ അത് കേൾക്കേണ്ടതായിരുന്നു. എന്നാലും വല്ലാത്തൊരു നഷ്ടായിപ്പോയി മോനേട്ടാ. ഇനി ജീവിതകാലം മുഴുവൻ ആ കുറ്റബോധം എന്നിലുണ്ടാവും. ഞാനതിനെ വിദ്യലക്ഷ്മി എന്ന് വിളിക്കട്ടെ. ആ, ഹലോ വിദ്യ. ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നോ വയനാട്ടിലുള്ളൊരു വല്യച്ഛനെ കുറിച്ച്? ആ, വല്യച്ഛൻ മരിച്ചുപോയി. കുറച്ച് സമയമായി. നാളെ വൈകിട്ട് ആ ചടങ്ങൊക്കെ. ഇല്ല, ഒന്നും തീരുമാനിച്ചില്ല. മോഹനോട് ചോദിക്കണം. എന്തായാലും ഇന്നും നാളെ ഒന്നും നീ എന്നെ പ്രതീക്ഷിക്കണ്ട. മനസ്സിനൊരു സുഖമില്ല. എനിക്കത് വലിയ നഷ്ടമായി പോയി. ശരി. മോനട്ടാ, മോനട്ടാ, എന്താ ചെയ്യുക? എന്ത് ചെയ്യാൻ? ഞാൻ പറഞ്ഞില്ലേ ഭാമേ,
വയസ്സായ ഒരാൾ കുറെ ദിവസം ആശുപത്രി കിടന്നു, മരിച്ചു. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ സാധാരണയല്ലേ. ഇതിനൊക്കെ ഇങ്ങനെ വിഷമിക്കരുന്ന പിന്നെ അതിന് നേരം കാണും. മോഹനേട്ടൻ അത് പറയാം. എന്റെ അവസ്ഥ എനിക്കല്ലേ അറിയുള്ളൂ. ഈ ഫയല് 9 മണിക്ക് മുമ്പ് എഴുതിയെടുത്തിട്ടുണ്ടോ എനിക്ക് ഓഫീസിൽ പോകാൻ. ഓഫീസിൽ ചെന്നാലോ 1 മിനിറ്റ് പോലും വിശ്രമിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് ജോലിയാ. സ്വയംപ്രഭയോടും കാഞ്ചിനോടും രാവിലെ 9:30 ഓഫീസിൽ എത്തണമെന്ന് പറഞ്ഞിരിക്കുക. വൈകിട്ട് 5:30 നിൽക്കാൻ വേണം. അങ്ങനെ ചെയ്താലേ ജോലി തീരൂ. 5:30 ഓഫീസിൽ നിന്ന് ഇറങ്ങി ഞാൻ ഇവിടെ വന്ന് രാത്രി 10 മണിവരെയെങ്കിലും ജോലി ചെയ്യേണ്ടി വരും. നാളെ ഉച്ചയ്ക്ക് താലൂക്ക് ഓഫീസിൽ വെച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു യോഗമുണ്ട്. ആ യോഗം കഴിയുമ്പോൾ എന്തായാലും 5 മണി കഴിയും. അത് കഴിഞ്ഞേ എനിക്കൊന്ന് ശ്വാസം വിടാനുള്ള സമയം പോലും കിട്ടും. സത്യം പറഞ്ഞാൽ ഈ അടുത്ത കാലത്തായിട്ട് ഇത്രയും തിരക്ക് അനുഭവിച്ചിട്ടേ ഇല്ല. എന്തൊരു തിരക്കെന്നറിയാ. വക്കീലേ, ഉത്തമനാണല്ലോ, എന്താ അങ്ങനെ ചോദിക്കുക. അവനെ വല്യച്ഛൻ മരിച്ചതിന്റെ ദുഃഖമൊന്നും കാണിക്കണ്ട. കാണിച്ച പിന്നെ അതിനെ പറ്റി അവൻ ചോദ്യങ്ങളൊക്കെ. എന്തിനാ വെറുതെ വല്യച്ഛനെ പറ്റി നാട്ടുകാരോടൊക്കെ പറയുന്നത്? ചെല്ല. നമസ്കാരം വക്കീലേ. പിന്നെ ആ കേസിന്റെ കാര്യം സംസാരിക്കാൻ വേണ്ടി പ്രഭാരം ചേട്ടൻ നാളെ വരട്ടോ എന്ന് ചോദിച്ചു. വക്കീലിന്റെ സമയം പോലെ ഇവിടെയോ വക്കീൽ ഓഫീസിലോ വന്ന് കാണാന്നാണ് പറഞ്ഞത്. കേസിന്റെ കാര്യമൊന്നും ആലോചിക്കാൻ പറ്റിയ ഒരു മാനസികാവസ്ഥയിലല്ല ഞാൻ. എന്റെ വല്യച്ഛൻ മരിച്ചു പോയി. അയ്യോ, മരിച്ചാൽ എന്ന് പറഞ്ഞാൽ നേരിട്ട് വല്യച്ഛനല്ല, അച്ഛന്റെ വല്യച്ഛന്റെ മോനാ. ഇന്ന് രാവിലെ മരിച്ചത്. അയ്യോ, വല്യച്ഛന്റെ സ്ഥലം എവിടെയാണ്? അങ്ങ് വയനാട്ടിലാ. ഒരു മോൻ ഗൾഫിലുണ്ട്, സുധാകരൻ. പുള്ളിക്കാരൻ വരാൻ വേണ്ടി ചടങ്ങൊക്കെ മാറ്റി വെച്ചിരിക്ക. നാളെ വൈകിട്ടാ ചടങ്ങ് വെച്ചിരിക്കുന്നേ. അയ്യോ, അപ്പൊ വക്കീല് പോണില്ലേ? അതൊന്നും പറയാതിരിക്കുക ഉത്തമ നല്ലത്. വില്ലിച്ചനുമായിട്ട് മോഹനേട്ടന് പണ്ടേ വലിയ അടുപ്പമൊന്നുമല്ല. അതുകൊണ്ട് തന്നെ ചടങ്ങിന് പോകുന്ന കാര്യം ഞാൻ പറയാനും പോയില്ല. അല്ലെങ്കിലും അവിടെ വരെ പോവാന്ന് പറഞ്ഞ എളുപ്പമൊന്നുമല്ലല്ലോ. പക്ഷെ വേണമെന്നുണ്ടെങ്കിൽ പോവാൻ കേട്ടോ വക്കീലേ. വെല്ലിച്ച മരിച്ചു എന്ന് കേട്ടപാട് മോഹനേട്ടൻ ഓരോരോ തിരക്കുകൾ പറഞ്ഞു തുടങ്ങി. നാളെ താലൂക്ക് ഓഫീസിൽ എന്താ അത്യാവശ്യമുണ്ട്, വൈകിട്ട് എന്തോ മീറ്റിംഗ് ഉണ്ട് എന്നല്ല. ഞാൻ വയനാട്ടിൽ പോകുന്ന കാര്യം പറയുന്നതിന് മുന്നേ അതിന് തടസ്സം പറയാന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായല്ലോ. അല്ലേലും മോഹനേട്ടൻ സ്വഭാവം ഉത്തമനെ അറിയാലോ. കാശ് ചെലവാക്കി ഇങ്ങനെ ഒരു കാര്യത്തിന് പോകാതിരിക്കാനുള്ള സകല അടവ് മോഹനേട്ടൻ പ്രയോഗിക്കും. എനിക്ക് വയ്യ ഇനി അതിന്റെ പേരിലൂടെ വഴക്കുണ്ടാക്കാൻ. എന്തായാലും എനിക്ക് പോകാനുള്ളത് പോയില്ലേ. എന്നാലും ഇങ്ങനെ പെട്ടെന്ന് വെളിച്ചം പോകുന്ന ഞാൻ കരുതിയതേയില്ല. വിധി. പിന്നെ ഈ അവസ്ഥയില് വക്കീലിനോട് കേസിന്റെ കാര്യം പറയുന്നത് ശരിയല്ല. എന്നാ പിന്നെ ഞാൻ പോയിട്ട് പിന്നെ വരാം. അല്ലെങ്കിൽ സൗകര്യമായിട്ട് വക്കീൽ വിളിച്ചാലും മതി, ഞാൻ വന്നോളാം. ഓ ശരി. സാറേ, വക്കീല് സംഭവമൊക്കെ പറഞ്ഞു. വക്കീൽ ആകപ്പാട് വിഷമത്തിലാണ്. ഉത്തമ, വയസ്സാകുമ്പോൾ ആളുകളൊക്കെ മരിക്കും. അതിലിപ്പോ അങ്ങനെ ഒരുപാട് വിഷമിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല. ഈ വല്യച്ഛന് എത്ര വയസ്സുണ്ടെന്ന് ഉത്തമൻ അറിയാമോ? എത്ര വയസ്സുണ്ട്? 90 വയസ്സ്. 90 വയസ്സ് വരെ ജീവിച്ചിരുന്നൊരു മനുഷ്യൻ മരിക്കല്ല, പിന്നെ എന്താ ചെയ്യുക? എന്തായാലും ഒരു മരണമല്ലേ സാറേ. ചടങ്ങിനെങ്കിലും പോകേണ്ടതായിരുന്നു. നാളെ വൈകുന്നേരം വരെ സമയമുണ്ടല്ലോ. അതെങ്ങനെ ഉത്തമ? നാളെ താലൂക്ക് അതൊക്കെ വക്കീൽ എന്റെ അടുത്ത് പറഞ്ഞു. സാറ് വിചാരിച്ച മാറ്റി വെക്കാൻ പറ്റാത്ത അത്യാവശ്യം വല്ലതും ഉണ്ടോ? സാറിനോടുള്ള സ്നേഹം കൊണ്ട് പറയുകയാണ്. ഈ അവസരം ശരിക്കും ഉപയോഗിച്ചാൽ നാളെ സാറിന് വക്കീലിന്റെ മുമ്പിൽ ആളാവാം. പിടി കിട്ടിയില്ലേ സാറിന്? വക്കീലിന് വയനാട്ടിൽ പോകണമെന്നുണ്ട്. പക്ഷെ വക്കീൽ അത് പറയുന്നതിന് മുമ്പ് താലൂക്ക് ഓഫീസിലെ കാര്യം എടുത്തിട്ട് സാറോടെ കിട്ടും. ഇനിയിപ്പൊ ഇതുപോലൊരു ആവശ്യം ഭാവിയിൽ സാറിന് വരുമ്പോ വക്കീലും ഇങ്ങനെ തന്നെ പെരുമാറും. ഇപ്പൊ സാറ് വക്കീലിനെ കൊണ്ട് അതുവരെ പോയി എന്ന് കരുതുക. പിന്നെ ഒരു 5 കൊല്ലത്തേക്ക് സാറ് പറയുന്നത് പോലെയൊക്കെ വക്കീല് കേൾക്കും. വക്കീലല്ല, ഏത് പെണ്ണും അങ്ങനെ തന്നെയാണ്. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ചടങ്ങിന് പോകാൻ പറ്റില്ല എന്ന് കരുതിയിരിക്കുകയാണ് വക്കീല്. വക്കീൽ അറിയാതെ സാറ് പോകാനുള്ള ഏർപ്പാടുകൾ എല്ലാം ചെയ്തു എന്ന് കരുതുക. നാളെ വെളുപ്പിന് എന്നെ പോവാൻ പാമേ എന്ന് സാറ് പറയുമ്പോ വക്കീല് ഞെട്ടും. ഭാര്യ സങ്കടപ്പെട്ടിരിക്കുമ്പോ ഭർത്താവ് സ്നേഹത്തോടു കൂടി പെരുമാറിയാൽ ഭാര്യ അത് മരണം വരെ ഓർത്തിരിക്കും. അതാണ് പ്രമാണം. അങ്ങനൊരു പ്രമാണം ഞാൻ കേട്ടിട്ടില്ലല്ലോ. അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ സാറിന് വലിയ പിടിപാടൊന്നും ഇല്ലല്ലോ. സാറേ, വെളുപ്പിന് ടൗണിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പോകുന്ന ഒരു ബസ്സുണ്ട്.
അതിൽ പോയ ഉച്ചയാകുമ്പോ കോഴിക്കോട്ടെത്തും. അവിടെ നിന്നൊരു ബസ് കയറിയ 4 മണിയാകുമ്പം വയനാട്ടെത്താം. സാറേ ഇനിയിപ്പോ ഇതിൽ ആലോചിക്കാനൊന്നുമില്ല. ഇതിലിപ്പോ സാറിന് ചെലവാകുന്നത് 10,000-3000 രൂപ ആയിരിക്കും. പക്ഷെ അതുകൊണ്ട് കിട്ടാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ അതിന്റെ 10 ഇരട്ടി ആയിരിക്കും. ആ. ദേ, ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞു. ഇനിയല്ല സാറിന്റെ ഇഷ്ടം. ഇനി ഞാൻ പറഞ്ഞില്ല എന്ന് പറയരുത്. ആ. എന്റെ ദൈവമേ, ഞാൻ ഇത് എവിടെ വച്ചു? എനിക്ക് വയ്യ. ആ ഫയല് ഞാൻ ഇവിടെ തന്നെയാ വച്ചത്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. പിന്നെ ഇത് ആരെടുത്തോണ്ട് പോയി? ഇവിടെ വെച്ചെങ്കിൽ അത് പിന്നെ ഇവിടെ കാണാതിരിക്കോ? എന്തായാലും പുറത്തുനിന്ന് വരുന്ന ഒരാളും അത് എടുത്തോണ്ട് പോവില്ല. പ്രഭ എന്താ സമാധാനമായിട്ട് നോക്ക്. എങ്ങനെ സമാധാനിക്കും കാഞ്ഞന സാറേ? രാവിലെ 10 മണിക്ക് സാറ് വരുമ്പോഴേക്കും അത് കിട്ടിയിരിക്കണമെന്നാ പറഞ്ഞിരിക്കുന്നത്. ദൈവമേ, എന്നെ ഇന്ന് സാറ് കൊല്ലും. പ്രൊഫസർ ഇന്നലെ പോയപ്പോ ആ ഫയല് വീട്ടിൽ കൊണ്ടുപോയായിരുന്നു. ഒന്ന് ഓർത്തു നോക്കിയേ. ഇല്ല ശിശുപാലൻ ചേട്ടാ, രാവിലെ മോനേഷ് സാറ് ഫയല് തന്നപ്പോഴേ ഞാൻ കരുതി വൈകിട്ട് വീട്ടിൽ കൊണ്ടുപോയി എഴുതി തീർക്കാന്ന്. പക്ഷെ മെനക്കെട്ടെന്ന് എഴുതിയതുകൊണ്ട് ഇന്നലെ വൈകുന്നേരം അപ്പൊ എഴുതി തീർക്കുകയും ചെയ്തു. ഫയല് ഞാൻ ഇവിടെ വയ്ക്കുകയും ചെയ്തു. പിന്നെത് എവിടെ പോനാ? കാഞ്ഞന സാറേ, വേറെ ആരെങ്കിലും എടുത്തു കാണൂ? അതെങ്ങനാ പ്രൊഫസറെ? ഇന്നലെ വൈകിട്ട് 4 മണിക്ക് ശേഷം പുറത്തുനിന്ന് ഇവിടെ ആരും വന്നില്ലല്ലോ. ഫയൽ എഴുതി തീർന്നപ്പോ 4 മണി കഴിഞ്ഞില്ലായിരുന്നോ? കഴിഞ്ഞു. ഇന്ന് നേരം വെളുത്തിട്ട് ഇതുവരെ ഒരാളും ഇങ്ങോട്ട് വന്നിട്ടില്ല. പിന്നെ ഫയൽ ആരെടുത്തോണ്ട് പോയ? അല്ലെങ്കിലും ആ ഫയല് കൊണ്ടുപോയിട്ട് ആർക്ക് എന്ത് ഗുണം ഉണ്ടാവാനാ? വെറുതെ ആരെങ്കിലും എന്തെങ്കിലും എടുത്തോണ്ട് പോവോ? അതെ. എന്താ ഇവിടെ? നമസ്കാരം സർ. നമസ്കാരം. എന്താ എല്ലാവരോടും അന്വേഷിക്കുന്നേ? ഒന്നുമില്ല സാർ, ഞങ്ങള് വെറുതെ. സാർ ഇന്നലെ പ്രഭ എഴുതാൻ ഏൽപ്പിച്ചൊരു ഫയലില്ലേ, അത് കാണാനില്ല സർ. പ്രഭ പറയുന്നത് ഇവിടെ വച്ചിരുന്നാ, പക്ഷേ ഈ ആഫീസ് മുഴുവൻ നോക്കി കണ്ടില്ല സർ. സ്വയം പ്രഭ വരൂ. കാഞ്ഞന സാർ എന്തിനാ അപ്പോഴേക്കെല്ലാം വിളിച്ചു പറഞ്ഞത്? സാറ് ഫയല് ചോദിച്ചൊന്നുമില്ലല്ലോ. ചോദിക്കുന്നതിന് മുമ്പ് അങ്ങോട്ട് പറയുന്നതാണല്ലോ നല്ലത്. എപ്പോഴായാലും സാർ അറിയില്ലേ, അല്ലേ ശശികുലൻ ചേട്ടാ? വലിയ ദ്രോഹമായിപ്പോയി കാഞ്ഞന സാറേ. ഇനി മോനേഷ് സാർ ഇനി എന്തൊക്കെയാണോ എന്തോ പറയുന്നത്. പ്രൊഫസർ ചെല്ല്. സാർ, സത്യമായിട്ട് ഞാൻ ആ ഫയൽ അവിടെ വച്ചിരുന്നു സാർ. ഇന്നലെ തന്നെ ഞാൻ അത് എഴുതി തീർത്തതുമാണ്. പക്ഷെ രാവിലെ നോക്കുമ്പോ കാണുന്നില്ല. സ്വയം പ്രഭ കഴിഞ്ഞ മാസം കോഴിക്കോടിന് പോയില്ലേ? പോയി. പക്ഷെ ഇവിടുത്തെ ഫയലൊന്നും ഞാൻ കൊണ്ടുപോയില്ല സാർ. കോഴിക്കോടിന് പോയത് ഏതോ ബസ്സിലാണെന്നല്ലേ പറഞ്ഞത്? അതെ. ആ ബസ് എപ്പോഴാ പോകുന്നത്? അത് രാവിലെ 5:30 മണിക്ക്. അവിടെ എത്തുന്നതോ? ഉച്ചയ്ക്ക് മുമ്പ് എത്തും സാർ. അതിന് നേരത്തെ ടിക്കറ്റിൽ എടുക്കണോ? തലേന്നെങ്കിലും എടുക്കണം സാർ, ഇല്ലെങ്കിൽ സീറ്റ് കിട്ടൂല. സാറിന് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഹരിയെ വിളിച്ച് പറയാം. ഏത് ഹരി? ബുക്കിംഗ് ഓഫീസിലെ ഹരി. എന്റെ ഇളയമ്മയുടെ മോനാ. നാളെ രാവിലത്തെ ബസ്സിൽ 2 ടിക്കറ്റ് ബുക്ക് ചെയ്തോ. ഒന്ന് എനിക്ക്, ഒന്ന് ഭാമയ്ക്ക്. എന്താ സാർ കോഴിക്കോട്? അത് സ്വയം പ്രഭയോട് പറഞ്ഞ കാര്യമുണ്ടോ? ഇല്ല സാർ. പോയി ടിക്കറ്റിനുള്ള ഏർപ്പാട് ചെയ്യൂ. സാർ, ആ ഫയലിന്റെ കാര്യം അത് ഇന്ന് താലൂക്ക് ഓഫീസിൽ കൊടുക്കണ്ടേ സാർ? ഞാൻ ഇവിടെ എല്ലാം നോക്കിയിട്ട് കണ്ടില്ല. കാണില്ല. കാരണം ഇന്നലെ വൈകിട്ട് ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ നേരം ഞാൻ ആ ഫയൽ എടുത്തോണ്ടങ്ങ് പോയി. പോകുന്ന വഴി അത് സഹദേവനെ ഏൽപ്പിക്കുകയും ചെയ്തു. സംഭവം ഇപ്പൊ താലൂക്ക് ഓഫീസിലെത്തിയിട്ടുണ്ടാവും. ഈശ്വരാ, ഞാൻ പേടിച്ചു പോയി സാർ. പേടിച്ചത് മതി. ഇനി പോയി ഞാൻ പറഞ്ഞ കാര്യം എത്രയും പെട്ടെന്ന് ചെയ്തോളൂ.
സാർ എന്ത് പറഞ്ഞു പ്രൊഫസറെ? പറ പ്രഭേ, സാർ എന്തു പറഞ്ഞു? ഷോ, സാർ ഒരുപാട് ദേഷ്യപ്പെട്ടു അല്ലേ? പ്രഭ ഇങ്ങനെ മുഖം വീർപ്പിക്കാൻ ഒന്നുമില്ല, ഒക്കെ പ്രഭയുടെ കുറ്റമല്ലേ? പ്രഭ ഏൽപ്പിച്ച ഫയൽ പ്രഭ തന്നെ സൂക്ഷിക്കണമായിരുന്നു. ഇനിയിപ്പൊ എന്ത് ചെയ്യണമെന്നാ സാറ് പറഞ്ഞേ? അയ്യടാ, സാർ എന്നെ മൂക്കിന് വലിച്ചു കയറ്റുമെന്ന് കരുതിയല്ലേ നിങ്ങളൊക്കെ? സാർ എന്നെ വിളിച്ചതേ ഫയലിന്റെ കാര്യം പറയാനൊന്നും അല്ല, പിന്നെ? എന്നോടൊരു സഹായം ചോദിക്കാനാ. സഹായോ? സാറിന് ഇപ്പൊ പ്രധാനം അക്കാര്യ. ഫയലിന്റെ കാര്യമൊക്കെ എന്നോട് മറന്നേക്കാൻ പറഞ്ഞു. എന്ത് കാര്യം? അതിങ്ങനെ പരസ്യമായിട്ട് പറയാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ സാർ എന്നെ അകത്തേക്ക് വിളിക്കുമായിരുന്നു. ഇത് ഞാനും സാറും മാത്രം അറിയേണ്ട കാര്യം. ഞാനിപ്പോ വരാവേ. ഭാമേ, വയനാട് നേരം വിളിച്ചായിരുന്നു? ഇല്ല, ഞാൻ അങ്ങോട്ട് വിളിച്ചിരുന്നു. സുധാകരന്റെ നാളെ വൈകിട്ട് 4 മണിക്ക് എത്തും. 5 മണിക്കാ ചടങ്ങ് വെച്ചിരിക്കുന്നത്. നീ ചെല്ലുന്നില്ലെന്ന് അവർ ചോദിച്ചില്ലേ? പിന്നെ ചോദിക്കായിരിക്കും. ഞാൻ പറഞ്ഞു മോഹനേട്ടർ തിരക്കാണ്, ഇവിടെ നിന്ന് മാറി നിൽക്കാൻ പറ്റില്ലെന്ന്. പക്ഷേ വല്യച്ഛൻ മരിച്ചിട്ട് പോകാതിരിക്കുന്നത് ശരിയല്ലല്ലോ. ഈ അടുത്തൊന്നും അല്ലല്ലോ മോഹനേട്ടാ, വയനാട് വരെ പോണ്ടേ. പിന്നെ മോഹനേട്ടൻ പറഞ്ഞ പോലെ അത്ര വലിയ അടുപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. എന്നാലും ഒരു മരണമല്ലേ ഭാമേ? വിവാഹത്തിനും മംഗളകർമ്മത്തിനും പോയില്ല എങ്കിലും മരണത്തിന് പോകണമെന്നാണ് വിവരമുള്ളവർ പറയുന്നത്. ശരിയാണ്. പക്ഷെ താലൂക്ക് ഓഫീസിൽ അത്രയും പ്രധാനപ്പെട്ട ഒരു യോഗം ഉള്ളപ്പോ മോഹനേട്ടൻ എന്തായാലും വരാൻ പറ്റില്ലല്ലോ. എനിക്കെന്തായാലും ഒറ്റയ്ക്ക് പോകാനും പറ്റില്ല. ഭാമേ, നീ പലപ്പോഴും പറയാറുണ്ട് എനിക്ക് ഏറ്റവും വലിയ ജോലി മാത്രമാണെന്നും നിന്റെ കാര്യത്തിലൊന്നും എനിക്കൊരു ശ്രദ്ധയുമില്ല എന്നും. അത് തെറ്റാണ് എന്ന് ഇന്ന് ഞാൻ തെളിയിക്കാൻ പോവുകയാണ്. എങ്ങനെ? നാളത്തെ താലൂക്ക് ഓഫീസിലെ യോഗത്തിന് കെ മോഹനേഷ് സാർ പോകുന്നില്ല. നമ്മൾ രണ്ടുപേരും കൂടി നാളെ രാവിലെ വയനാട്ടിലേക്ക് പോകും. മോഹനേട്ടൻ വട്ടാണോ? ഇത്രയും ദൂരം യാത്ര ചെയ്ത് ആ ചടങ്ങിന് പോകേണ്ട കാര്യമൊന്നുമില്ല. ആളെന്തായാലും മരിച്ചു പോയില്ലേ, ഇനി ചെന്നിട്ട് ഒരു കാര്യമില്ല. അതുകൊള്ള സ്വന്തം വല്യച്ഛന്റെ മരണാനന്തര കർമ്മത്തിന് പോകണ്ടെന്നു? അതങ്ങനെ ശരിയാവും? ഭാമേ, മരിച്ചതിന്റെ വല്യച്ഛനല്ലേ, അപ്പൊ നീ പോകാറുണ്ട് എങ്ങനെയാ? അത് സാരമില്ല മോനേട്ടാ, വല്യച്ഛനാണെന്നുള്ളത് ശരി തന്നെയാ. പക്ഷെ നേരെ വല്യച്ഛനൊന്നും അല്ലല്ലോ, അച്ഛന്റെ വല്യച്ഛന്റെ മോനല്ലേ. പിന്നെ അവര് വയനാട്ടിലേക്ക് പോയതിനു ശേഷം ആ കുടുംബമായിട്ട് വലിയ ബന്ധമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. സത്യം പറഞ്ഞ വല്ലപ്പോഴൊന്ന് വിളിച്ചോണ്ടിരുന്നത് വല്യച്ഛനായിരുന്നു. വേറെ ആരും ഫോൺ പോലും ചെയ്യില്ല. വല്യച്ഛനെ കാണാനായിരുന്നെങ്കിൽ പോണായിരുന്നു. ഇതിപ്പം വല്യച്ഛനില്ലല്ലോ. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? നിന്നെ കഴിഞ്ഞ മാസം വിളിച്ചല്ലേ വല്യച്ഛൻ? പക്ഷെ വല്യച്ഛൻ മരിച്ചില്ലേ. അത് മാത്രമല്ല, അടുത്തുള്ള സ്ഥലമൊന്നും അല്ലല്ലോ. നമ്മൾ അവിടെ വരെ പോകണമെങ്കിൽ മോഹനേട്ടന് 2 ദിവസത്തെ ലീവ് പോവും. യാത്രയുടെ ബന്ധപ്പാടോ വേറെയും. അതിലൊന്നും ഒരു ബന്ധപ്പാടില്ല. ലീവൊക്കെ ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. അത് വേണ്ട മോനേട്ടാ. നാളെ താലൂക്ക് ഓഫീസില് എന്തോ ഭയങ്കര തിരക്കുള്ള യോഗമൊക്കെ നടക്കല്ലേ. അതിനിടെ മോഹനേട്ടൻ ലീവ് എടുത്തിട്ട് തകസാരെന്ത് വിചാരിക്കും? ഞാൻ തഹസിലോട് പറഞ്ഞു. പിന്നെന്താ? എന്തായാലും അത് എളുപ്പമല്ല മോനേട്ടാ, ആ വിഷയം വിട്. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? നാളെ രാവിലെ പോകാനുള്ള 2 ടിക്കറ്റ് എടുത്താണ് ഞാൻ വന്നേക്കുന്നത്. ഇവിടുന്ന് കോഴിക്കോടേക്കുള്ള ബസ് വെളുപ്പിന് പോകും. ഉച്ചയ്ക്ക് കോഴിക്കോട് അവിടെ അടുത്ത ബസ്സിൽ വയനാട്ടിലേക്ക്. മോഹനേട്ടൻ എന്തിനാ എന്നോട് ചോദിക്കാൻ ടിക്കറ്റ് എടുത്തത്? ഇതിലിപ്പോ ചോദിക്കാൻ എന്തിരിക്കുന്നു? ചോദിക്കാമല്ലോ. മോഹനേട്ടൻ പോയതിനു ശേഷം ഞാൻ വിദ്യ വിളിച്ച് നാളെ ഞാൻ കോടതിയിൽ ചെല്ലൂന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്കിനത് മാറ്റി പറയാൻ പറ്റില്ല. വല്യച്ഛൻ മരിച്ചാൽ അത്രയ്ക്ക് വിഷമാണെങ്കിൽ പിന്നെ മോനോട്ടൊരു കാര്യം ചെയ്യും.
എന്തായാലും ടിക്കറ്റ് എടുത്തല്ലേ, മോഹനോട് പോയിട്ട് വരാം. നിന്റെ വല്യച്ഛൻ മരിച്ചെടുത്ത് ഞാനാണോ പോകേണ്ടത്? ഇപ്പൊ എനിക്ക് മനസ്സിലായി, രാവിലെ നീ കാണിച്ച വിഷമൊക്കെ അടവായിരുന്നു. നീ ഇതൊക്കെ പറഞ്ഞേ. വല്യച്ഛൻ മരിച്ച എനിക്ക് വലിയ നഷ്ടമായി പോയി, നിനക്കുണ്ടായ നഷ്ടം എനിക്ക് മനസ്സിലാവില്ല എന്നൊക്കെയല്ലേ? വല്യച്ഛൻ മരിച്ചില്ല, എനിക്ക് വിഷമം തന്നെയാ മോഹനേട്ടാ. പക്ഷെ മോഹനേട്ടൻ പറഞ്ഞതുപോലെ 190 വയസ്സായ ഒരാൾ മരിക്കല്ലാതെ പിന്നെ വേറെന്താ ചെയ്യാ? പിന്നെ വല്യച്ഛന്റെ മരണം വലിയ നഷ്ടമായി പോയെന്ന് പറഞ്ഞത് വേറൊരു അർത്ഥത്തില്ല. എന്താർത്ഥം? അല്ല, 4-5 മാസം മുന്നേ ഒരാവശ്യം വന്നപ്പോ വല്യച്ഛൻ എന്നെ വിളിച്ച് ഒരു 20,000 രൂപ ചോദിച്ചു. രമേശ് ചേട്ടനും സുധാകരേട്ടനും അറിയാതെയാ വിളിച്ചത്. മോഹനേട്ടനോട് ചോദിച്ചാൽ സമ്മതിക്കില്ല എന്നറിയാവുന്നുള്ളത് കൊണ്ട് ഞാൻ മോഹനേട്ടൻ അറിയാതെ പൈസ അയച്ചു കൊടുത്തു. അയ്യോ, 1 മാസം മുന്നേ വല്യച്ഛൻ വിളിച്ചു എന്ന് ഞാൻ പറഞ്ഞില്ലേ, അതാ പൈസ കയ്യിലുണ്ടെന്ന് പറയാനായിരുന്നു. ഞാൻ പറഞ്ഞു പിന്നെ വാങ്ങിച്ചോളാന്ന്. ഒരാഴ്ച മുന്നേ പിന്നെയും വിളിച്ചു, പൈസ അയച്ചു തരാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ധൃതി പിടിക്കണ്ട, ഞാനത് പിന്നെ വാങ്ങിക്കോളാന്ന്. ഇനിയിപ്പോ അത് ആരോട് ചോദിക്കാൻ പറ്റും? ആ പൈസ പോയി. അതാ ഞാൻ പറഞ്ഞത് എനിക്കൊരു ഭയങ്കര നഷ്ടം ഉണ്ടായെന്ന്. ഞാൻ കോഴിക്കോട്ടേക്ക് ടിക്കറ്റ് എടുത്തത്, എന്റെ 2000 രൂപ പോയി. അതെ, അത് വിളിച്ച് ടിക്കറ്റ് ക്യാൻസൽ ചെയ്താൽ മതി. 100 രൂപ പോയാലും ബാക്കി കിട്ടും. എന്നാലും എന്നോട് ചോദിക്കാതെ ഇനി ഇത്രയ്ക്ക് എന്നെ സ്നേഹിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു. അങ്ങനെ അബദ്ധം പറ്റിപ്പോയി. ഒരു മരണം നേരം പോക്കല്ലെന്നും സാധാരണ മരണങ്ങൾ ചിരിപ്പിക്കാറില്ലെന്നും ഞങ്ങൾക്കറിയാം. പക്ഷേ ഈ വില്ലേജ് ഓഫീസറും വക്കീലും ഇടപെട്ട കാര്യമാകുമ്പോൾ ഇതും ഇതിനപ്പുറവും നടക്കുമെന്ന് മാത്രം പറഞ്ഞ് ഇന്നത്തേക്ക് വിടാം. കാര്യം നിസാരം തുടരുന്നു.